സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോഹമായിരുന്നു ഒരു ജോലി കിട്ടുക എന്നുള്ളത്. കിട്ടി. എവിടെയാണെന്നല്ലേ? തൊട്ടാൽ പണി കിട്ടുന്ന സ്ഥലം. ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ലൈൻ പൊട്ടിയാൽ പ്രശ്നം, കറണ്ട് പോയാൽ പ്രശ്നം. എന്തായാലും ഞാൻ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്ന എൻ്റെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ചില വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഒന്ന് മാറിയില്ലടാ ഇയാളിത്. ഹലോ മദ്യശക്തി, ഇത് എങ്ങോട്ടാ? വിദ്യുശക്തിയുടെ ബില്ലടയ്ക്കാൻ പോവാ. എന്താ ദേ, 2000 രൂപയുടെ ബില്ല് എനിക്ക്. അതെ, 2000 രൂപയുടെ ബില്ല് തനിക്ക്. അതിനെന്താ? എനിക്കാണോ 2000 രൂപയുടെ ബില്ല്? എടോ, ഈ പ്രഭാകരൻ താനാണോ? ആ, ഞാനാ പ്രഭാകരൻ. അപ്പൊ ഈ 2000 രൂപയുടെ ബില്ലും തന്നെ. അത് ശരി. അപ്പൊ ഈ 2000 രൂപയുടെ ബില്ല് എനിക്ക്. കൊള്ളാം. ഈ പ്രഭാകരൻ താനാണെങ്കിൽ 2000 രൂപയുടെ ബില്ലും തനിക്ക് തന്നെ. സാറേ, എനിക്കാണോ 2000 രൂപയുടെ ബില്ല്? എടോ, 2000 രൂപയുടെ കറണ്ട് ഉപയോഗിച്ച തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ 500 രൂപയുടെ ബില്ല് മേടിക്കണോ? എടോ, വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു 2000 രൂപയുടെ ബില്ല് വരുമെന്ന്. എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് 2000 രൂപ അടച്ചോളാം കേട്ടോ. ഇത് കൊറേ ബില്ലെന്നടച്ച് ഞങ്ങൾക്ക് ആ, നിങ്ങൾ അങ്ങ് പൊക്കോ. എന്റെ വീട്ടിലെ കറണ്ട് പോലും ഇല്ല, അറിയാവോ? കറണ്ട് ഇല്ലേ? ഇല്ല. കൊള്ളാലോ. കറണ്ട് പോലും ഇല്ലാത്ത താൻ 2000 രൂപയുടെ ബില്ലുണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം കറണ്ട് ഉണ്ടായിരുന്ന താൻ എത്ര രൂപയുടെ ബില്ലുണ്ടാക്കിയനെ? പോയി കൂതിക്കണോ. എന്റെ വീടിന്റെ മേളിൽ കൂടെ ലൈൻ പോയെന്ന് പറഞ്ഞ് ഞാൻ 2000 രൂപയുടെ ബില്ലടക്കണമെന്നു. കൊള്ളാവല്ലോടാ ഇത്. ആഹാ. എടോടോ, ആദ്യം വന്ന് ഞാനാ. എന്നെ ഇവിടെ ആദ്യം വന്ന് ഞാനാണ്. എല്ലാരും കേക്കണേ. ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം ഇവിടെ തൂത്ത് വൃത്തിയാക്കിയാണ് അല്ലേ? എടോടോ, തന്നെയൊക്കെ മുമ്പ് ആദ്യം വന്ന് ഞാനാണെന്ന് പറയുന്നു. പിടിക്കാം. എന്നാ പറഞ്ഞ? എന്നേക്കാൾ മുമ്പ് വന്ന ആള് താനാണെന്നോ? എന്നാലേ തന്നേക്കാൾ മുമ്പേ പോകേണ്ട ആളാ ഞാൻ. അതുകൊണ്ടാ തൻ്റെ ഫ്രണ്ട് കയറിയുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്തവൻ. താങ്ക്സ്. ആളില്ലേ ഇവിടെ? അതെ, ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. ലൈറ്റ് ഇടുമ്പോൾ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതെന്നാന്നറിയാവോ സംഭവം? ഈ കലക്കവെള്ളത്തിൽ നിന്നല്ല കറണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാ. അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. ഇയാൾ ആരടോ? പറഞ്ഞിട്ട് നീങ്ങണ്ട. അല്ലെ പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്ന് കഴുകിയാലും മതി കേട്ടോ. ആർക്കറിയാം കഴുകുമെന്ന്. കയറി പെട്ടെന്നാട്ടെ സാറേ, അങ്ങോട്ട് കൊടുക്ക് പെട്ടെന്ന്. താൻ ബില്ലടയ്ക്കാൻ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്നുണ്ടപ്പോ നീ എന്നെ വെച്ചാൽ സാധനം മേടിക്കാൻ വന്നാണ്? അല്ല, തന്നെ ആ ക്യൂവിലൊക്കെ കാണാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. എടാ, ആ ക്യൂവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്ന. താൻ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, മര്യാദക്ക് നിന്നിട്ട് അടച്ചിട്ട് പോ. വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന്. ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? വിരല് ചൂണ്ടി സംസാരിക്കരുത്. കൈ ചൂണ്ടി സംസാരിച്ച നീ എന്ത് ചെയ്യുമാടാ? സുരേഷ് ഗോപിയാ. സുരേഷ് ഗോപിയാ. നല്ല അടി പഠിക്കും. പിന്നെ നീ വലിച്ചിട്ടുള്ള 11 kV ലൈനെ തൊട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആ ലൈൻ വലിക്കുന്നത് നീ. പിന്നെ നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ. എവിടെയാണെന്നാ? ഹലോ, ഇങ്ങോട്ട് നോക്കിയാടാ. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാനാ ഇവൻ. ഏത് പോസ്റ്റിൽ? ഏത് പോസ്റ്റിലാണ്? ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ. എടോ, അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ. അത് ശരി. ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളുവാണോ? കൂടുതൽ ലൈമാൻ കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ഏരിയ കിടന്ന് ലൈൻ അടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നാട്ടുകാർ നിന്റെ ഫീസ് ഊരാതെ നീ സൂക്ഷിച്ചു. വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം കേട്ടോ. എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലോട്ട് ചോദിക്കാം. ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കണ സ്ഥലമാണോ വയറ്? എടോ, അതല്ല. പിന്നെ താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റി കിടക്കണമെന്ന്. പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റ് വന്ന് നടക്കുമോ? ഒന്ന് പോരാതെ. ഓരോന്നൊക്കെ രാവിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നിരിക്കുക, വെള്ളം അടിച്ചുകൊണ്ട്. വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം. വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാൻ മേല. സർക്കാരിൻ്റെ ഓരോരോ നിയമങ്ങൾ.
സ്കൂള് താനെന്റെ ബാഗിൽ നിന്നാണല്ലോ, പിന്നെ താനെങ്ങനെ എന്റെ ഫ്രണ്ട് വന്ന? ഡോ താൻ ബില്ലടയ്ക്കുന്നില്ലേ? ആ സോറി കേട്ടോ സാറേ, എന്റെ എത്ര സാറേ? ബില്ല് തരാതെ എങ്ങനെയാണോ അറിയുന്നത്? ബില്ല് തരാൻ തരാം. ഹാ എടോ താൻ ബില്ല് തന്നില്ലല്ലോ. വേണം. പിന്നെ വേണ്ടേ? അത് പറഞ്ഞാ പോരെ. അമ്പാടാ. എടോ താൻ എന്തുകൂടെ കാണിക്കുന്നത്? തരാം ധൃതി വെക്കില്ലേ? പിന്നെ മറ്റുള്ളവർക്കും ബില്ലടയ്ക്കാനുള്ളതാ. ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും. ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാ മതി എല്ലാരും കേട്ടാ. പോടാ പോലെ. ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. എന്താ സാറേ? എടോ ഇയാള് കുറച്ച് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും. കുറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ചേട്ടാ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ താൻ എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടായല്ലേ? ദേ സാറിന് ബുദ്ധിമുട്ടായെന്ന്, എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായെന്ന്. ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അറിയാവോ? എന്ത് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാന്നോ? ഇതുപോലാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കരണ്ട് വരുന്നത്. വരും പോകും വരും പോകും. അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടാ. നമ്മുടെ ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു ക്ലബ്ബുകളാണ് നമ്മുടെ നാട്ടിലെ കലാകായിക താരങ്ങൾക്ക് വളരുവാനുള്ള പ്രോത്സാഹനം. ഇങ്ങനെ വളർന്ന ഒരുപാട് കലാകായിക താരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ക്ലബ്ബുകളുടെയൊക്കെ പരിപാടികൾക്ക് പിന്നിൽ ഒരുപാട് പേരുടെ ധാരാളം കഷ്ടപ്പാടുകളുമുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ധാരാളം നൂലാമാലകൾ ഒഴിയാബാധകളായി മാറാറുമുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളുടെ പരിപാടികൾ കാണാൻ എന്തൊരു രസമാണ്. 1 2 3 4 നിന്റെ അനിയൻ മോണാക്ട് ചേർന്നിട്ടില്ലേ? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവനതൊന്നും വേണ്ടെന്നേ. ആണോ? ആ ചേട്ടാ പ്രസിഡന്റ് പ്രസിഡന്റ് ഇതിന്റെ പേരും പറഞ്ഞ് തേരാ പാരാ കറങ്ങി കിടക്കാം. പുള്ളി ഇതുവരെ ഇതിന്റെ പരിസരത്ത് എത്തിയിട്ടില്ല. നേരം വെളുത്തപ്പോ ഇത് മുഴുവൻ എന്റെ കയ്യിലോട്ട് തന്നെ എഴുതിക്കോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. നേരം വെളുത്ത് ഞാൻ ആഹാരം പോലും കഴിക്കാതെ ഇവിടെ നിന്ന് കുത്തിയിരുന്ന് എഴുതുവാ. അതേ വന്നു. എന്താ ഇവിടെ വല്ലതും നടക്കുന്നുണ്ടോ? വല്ലതും നടക്കുന്നുണ്ടോന്നോ? നിങ്ങൾ രാവിലെ പ്രശ്നം നമ്മുടെ കറങ്ങി കിടക്കാം. നിങ്ങളിവിടെ മത്സരങ്ങളൊന്നും നടക്കുന്ന കണ്ടില്ല? ഒന്നുമില്ലെങ്കിൽ ആ പാട്ടെങ്കിലും വെറുതെ വെച്ചൂടെ? അവിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്ത് മത്സരം? മോണാക്ട് കഴിഞ്ഞു, മിമിക്രി നടന്നുകൊണ്ടിരിക്കുക. മോണാക്ട് കഴിഞ്ഞു. മോണാക്ട് കഴിഞ്ഞ? എടാ മോണാക്ടിന് ആ ശശിയുടെ മോന് കൊടുത്തായിരുന്നു, അവനൊരു ഫുള്ള് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അത് പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങളകത്ത് ഇടപെടരുത്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളകത്ത് ഇടപെട്ടിട്ട് ലബിന് ചീത്തപ്പേർ ഉണ്ടാക്കി വെക്കരുത്. ഇതങ്ങോട്ട് കുത്തിക്ക്. നിങ്ങൾ കാര്യങ്ങൾ നടത്തിച്ചല്ലേ? അതെ. അടുത്തത് എന്തു മത്സരം നടക്കാൻ പോണേ? കുച്ചിപ്പുടി. കുച്ചുപുടി? പിന്നെ ഈ മിമിക്രിയിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ മിമിക്രി കഴിഞ്ഞാണല്ലോ കുച്ചിപ്പുടി. മിമിക്രി ആരുടെ ഇപ്പൊ നടക്കാൻ പോണേ? മിമിക്രി അനൂപ് കുട്ടപ്പന്റെ മിമിക്രി നടന്നുകൊണ്ടിരിക്കുക. അനൂപ് കുട്ടപ്പൻ? നിങ്ങൾ നോക്കും, നിന്നോട് പറയാൻ ശരിയാത്തുള്ളൂ. കുച്ചുപ്പിടിക്കും ഭരതനാട്യത്തിനും എല്ലാവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? ആരാ ഗംഗാധരനോ? ഗംഗാധരൻ ഞാനല്ലേ? ഈ നിൽക്കുന്ന പുള്ളിയല്ലേ ഗംഗാധരൻ? പുള്ളി രാവിലെ പോലെ കറങ്ങി കിടക്കുക. ചെല്ല ഇവന് പണ്ടേ എന്നെ ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞ് കുച്ചുപ്പിടി മത്സരമാണ്. കുച്ചുപ്പിടിക്കുള്ള പിള്ളേരെ ഇങ്ങോട്ട് വന്നേ കേട്ടോ. ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങൾ പോയി കാര്യം നടത്തുന്നത് സ്റ്റേജിൽ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടരുത്. ഒന്ന് ചെല്ലേ പോ. ചിന്നുമോൾ. ചേട്ടാ ചിന്നുമോൾ. എടാ ചിന്നുമോളെ വിളിക്കുമ്പോ ചിന്നുമോനാണോ വരുന്നത്? ചിന്നുമോളുടെ അച്ഛനാ ഞാൻ. അച്ഛനാണോ? ചിന്നുമോൾ എന്ത്? അവളോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 3 ചിന്നുമോളുടെ നമ്പറേ. ചെല്ലേ വേഗം ചെല്ലേ. അവിടെ ആളുണ്ട്. അടുത്ത നമ്പർ പറയാം.
സോറി പിന്നെ എൻ്റെ മോനില്ലേ സുമേഷ് ആ കുച്ചിപ്പുടിക്ക് ചേർന്നു. അവൻ്റെ ചെസ്റ്റംബരൊന്നും അവന്റെ കസ്റ്റമർ അവനെന്ത് അയ്യോ അതറിഞ്ഞില്ല അവൻ്റെ കാലം കുപ്പിച്ചിലുണ്ട്. അയ്യോ ഉപ്പിച്ചില് കൊണ്ടോ ഉപ്പിച്ചില് കൊണ്ടവനെ കുച്ചിപ്പുടി കളിക്കും. അല്ല അവൻ കളിച്ചില്ലല്ലോ, അവൻ്റെ രക്ഷാർത്ഥം ഞാൻ കളിക്കത്തില്ല. ആ അങ്ങനെ പകരാൻ പറ്റത്തില്ല. അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി. അതിന്റെ അവൻ ചേർന്നുണ്ടെങ്കിൽ അവൻ തന്നെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ? എടാ അവൻ്റെ കാലം കുപ്പിച്ചില് കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ ആ എന്നാ അവൻ കളിക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ സംസാരിക്കല്ലേ. നീ ഈയിടെ ഇറങ്ങി വന്ന കമ്മറ്റി പറ കേട്ടോ. നീ എന്നെ മൂപ്പിക്കാനൊന്നും നിൽക്കല്ലേ. അങ്ങനെ പകരത്തിന് കളിയൊന്നുമില്ല ഇവിടെ. ആ പകരത്തിൽ കളിക്കുന്നത് നീയാണോ ആ തീരുമാനിക്കുന്നത്? ഞാനാ നീ തീരുമാനിക്കുന്നത്. ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നുമല്ല. അല്ലെങ്കിൽ ഞാനാ തീരുമാനിക്കുന്നത്. മോനെ നീ ആ ചെസ്റ്റം പറഞ്ഞു തരത്തില്ല തരത്തില്ലേ? തരത്തില്ലെന്ന് ഞാൻ നോക്കിക്കോ, നീയൊക്കെ നെറ്റ് കിട്ടിക്കോ. എന്നാ നെറ്റ്? എല്ലാം കിട്ടും. ഞാൻ ഈ ഇവിടുത്തെ മെമ്പറാണ്, ഈ ക്ലബിന്റെ മെമ്പറാണ്. ബൈജു ഇവിടെ കുച്ചുപുടി ആ കളിച്ചില്ല. ബൈജു ഇവിടെ കളിക്കത്തില്ല. ആര് പറഞ്ഞു? ഞാൻ ഞങ്ങള് പറഞ്ഞു. കളിക്കും. കളിക്കത്തില്ല. ഓ ദേ നീ നോക്കിക്കോ മോനെ. ആ കാണിക്കാം. കാണാം. കാണാം. ആ കാണാം. കാണിച്ചു തരാം. കാണിച്ച് തന്നാ മതി. ഒന്ന് പോരാ അവിടുന്ന്. ആ പിന്നെ കാണിക്കാം. കള്ളും കുടിച്ചോണ്ട് കുച്ചിപ്പുടി കളിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത കേസിട്ടുമായിട്ട് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് രാവിലെ ഇറങ്ങിക്കോളും. സാർ അത് നോക്ക്, ഞാൻ ഇവിടെ എഴുതട്ടത്.